ഹലോ, ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിന്നർ കോംബോയാണ് നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നൂൽ പൊറോട്ടക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. ഞാനിപ്പോൾ 3 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കാനായിട്ട് ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ മുട്ട നോക്കിയിട്ട് ചേർത്താൽ മതി. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂൺ നിറച്ച് പഞ്ചസാരയും പാകത്തിനുള്ള ഉപ്പും, ഇതിലോട്ട് ഏകദേശം 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം പാകത്തിനാകുന്നുണ്ട്. 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു ഫുഡ് പ്രോസസ്സറിലാണ് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ ഒരു ഇച്ചിരി എണ്ണ കയ്യിലൊക്കെ വേണമെങ്കിൽ ആക്കി കൊടുക്കാം. നമ്മൾ പാത്രത്തിലാക്കി കുഴച്ചെടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. അതാണ് ഒന്നാമത്തെ നമുക്ക് ഈ നൂൽ പൊറോട്ട സോഫ്റ്റായിട്ട് കിട്ടാനുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ടൊക്കെ ഒരു ഇച്ചിരി എണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മാവിൻ്റെ മുകളിലും ഒരു ഇച്ചിരി എണ്ണ തൂക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഒരു 3 മണിക്കൂറോളം എന്തായാലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഓയിലൊക്കെ ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് 3 മണിക്കൂറോളം മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള കറി, ബട്ടർ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ബൗളിലോട്ട് 1/2 കിലോ ബോൺലെസ് ആയിട്ടുള്ള ചിക്കന് കഴുകി വെള്ളമൊക്കെ ഒന്ന് വാർന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തൈര്, പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക, അത് വിട്ടുപോയി കാണിക്കാൻ. പിന്നെ 1/2 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ 1 മണിക്കൂറോളം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് ഒരിച്ചിരി ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലോട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഒരു 80% കുക്ക് എന്ന രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൽ ഓയിൽ അല്ലെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത ബട്ടറൊക്കെ കൂടുതലുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു ബാക്കിയുള്ള ഓയിൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. കംപ്ലീറ്റ് അങ്ങനെ ഫ്രൈ ആകണമെന്നില്ല കേട്ടോ. ഡാർക്ക് കളറായിട്ടൊന്നും ഒരു 80% എന്ന രീതിയിൽ കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം. ഇതിപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്കിതിൽ നിന്നും മാറ്റാം. ഇനി ഈ ഒരു സെയിം പാത്രത്തിൽ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ 15 അണ്ടിപ്പരിപ്പ്, 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയും 8 അല്ലി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതിൽ ഓയിലോ ബട്ടറോ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിച്ചിരി ചേർത്ത് കൊടുക്കാം. ഇതിലിപ്പോൾ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ചേർത്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോൾ ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന നല്ല മീഡിയം സൈസിലുള്ള 4 തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതങ്ങനെ ഇളക്കി കൊടുക്കേണ്ട. ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതുപോലെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. ഒരു 2 മിനിറ്റ് മൂടി വെച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്ക് ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. തക്കാളി ഒന്ന് വെന്ത് ഉടയുന്ന പരുവത്തിൽ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ചൂടാറിയതിന് ശേഷം നമ്മളിത് ബ്ലെൻഡറിലാക്കിയിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം കേട്ടോ. നല്ല ക്ലിയർ ആയിട്ടുള്ള നമുക്ക് പേസ്റ്റാണ് വേണ്ടത്. ഇനി ഇതാ ഒരു പാത്രം ചൂടാകുമ്പോൾ ഇതിലോട്ട് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1-2 ടീസ്പൂണ്. ഇത് ചൂടായി വരുമ്പോഴേക്കും ഫ്ലെയിം കുറക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കുക. നമ്മളിതിലോട്ട് ആദ്യം 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ നല്ല കളർ കിട്ടും, അങ്ങനെ എരിവിട്ടാവില്ല. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലോട്ട് നമ്മൾ അരച്ച ഈ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ തന്നെ നന്നായിട്ട് കുറച്ച് നേരം ഒരു 1 മിനിറ്റൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1-2 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന 1 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബ്ലെൻഡറിലോട്ട് തന്നെ ആക്കിയിട്ട് ഒരു ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെയാണ് വേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് തിക്കാണ്. നമ്മൾ പിന്നീട് ഫ്രഷ് ക്രീമൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതിലോട്ട് ഇനി ഒരിച്ചിരി വെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 8-10 മിനിറ്റ് ഇത് വീണ്ടും ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതൊന്ന് ഒന്നും കൂടെ വേവിച്ചെടുക്കുക. ഈ ഒരു ചിക്കനും ഈ ഒരു മസാലയും ഒക്കെ നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ച് തന്നെയാണ്. ഒരു 8-10 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്തൊക്കെ ഉപ്പൊക്കെ നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഒരിച്ചിരി ബട്ടർ ഈ ഒരു സമയത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതിയാകും. പിന്നെ ഇതിലോട്ട് കസൂരി മേത്തി ക്രഷ് ചെയ്തത് ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തിയാണ് വേണ്ടത്. എന്നിട്ട് ഫ്രൈ പാനിലിട്ട് കൊടുക്കുക. ചൂടായതിന് ശേഷം അത് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സെർവ് ചെയ്തതിന് ശേഷം വേണമെങ്കിലും ചെയ്യാം. ഒരിച്ചിരി ഫ്രഷ് ക്രീം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അതുപോലെ അവസാനം ഒരിച്ചിരി കസൂരി മെത്തി ക്രഷ് ചെയ്തതും കൂടെ ഒന്ന് വെതറി കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബട്ടർ ചിക്കനാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കുക. എന്തായാലും ഇഷ്ടമാവും. ഇനി നമുക്ക് നേരത്തെ നമ്മൾ കുഴച്ച് വെച്ച നൂൽ പൊറോട്ട ഇപ്പോൾ 3 മണിക്കൂർ ഇതിൻ്റെ മാവ് 3 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. ഒരു 5 ബോൾസാക്കി എടുക്കാം. ഈ ഒരളവിൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിനേക്കാളും ആ ഒരു സൈസിനേക്കാളും കുറച്ച് വലുതാക്കിയിട്ടാണ് ഇത് ബോൾസാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊന്ന് ഇതുപോലെ ബോൾസാക്കി എടുത്ത ശേഷം ഒരു ട്രേയിലോട്ടാക്കി കൊടുക്കാം. ഒരു ട്രേയിലോ ഒരു വലിയ പാത്രത്തിലോ ആക്കി കൊടുത്താൽ മതി, പ്ലേറ്റിലോ ആക്കി കൊടുത്താൽ മതി. ഇതിൽ ഞാനിപ്പോൾ ഓയിൽ ഇതിൻ്റെ ഈ ഒരു ട്രേയിലോട്ടും ഓയിൽ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ബോൾസ് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വീണ്ടും ഒരിച്ചിരി ഓയിൽ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ക്ലിംഗ് റാപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് 1/2 മണിക്കൂറോളം മാറ്റി വെക്കുന്നുണ്ട്. 1/2 മണിക്കൂറോളം മാറ്റി വെച്ചതിന് ശേഷമാണ് ഇനി നമ്മളിത് ഒന്ന് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് വീണ്ടും ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ. ബാക്കിയുള്ളത് ഇത് പരത്തിയെടുക്കുന്ന സമയം കൊണ്ട് അത് ഒന്ന് കവർ ചെയ്തിട്ട് തന്നെ വെക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. റോളിംഗ് പിന്നൊന്നും വേണ്ട. ഇതുപോലെ തന്നെ കൈ വെച്ചിട്ട് നല്ല തിന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഇതിപ്പോൾ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ ഫോർക്ക് വെച്ചിട്ടൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നൂൽ പൊറോട്ട ഉണ്ടാക്കാനുള്ള ഈ ഒരു കട്ടർ തന്നെയാണിത്. ഇത് ഞാൻ ഗ്രോ സ്റ്റോറിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ല തിന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ കയ്യിൽ ഇപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ടോ ഒന്ന് നല്ല തിന്നായിട്ട് തന്നെ അടുത്തടുത്ത് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഒരു പ്രാവശ്യം കട്ട് ചെയ്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ 2-3 പ്രാവശ്യമൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് ഒന്നും കൂടെ നല്ലത് തന്നെയാണ്. ചിലപ്പോൾ കട്ടിക്കൊക്കെ സ്ലൈസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തിന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വീണ്ടും അങ്ങനെ ഗ്യാപ്പ് വരണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും വരഞ്ഞു കൊടുത്തത്. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഇങ്ങനെ ആക്കി കൊടുക്കട്ടെ. നമ്മളിത് പരത്തിയെടുക്കുമ്പോൾ ഈ ഒരു ഷീറ്റിലൊക്കെ എണ്ണ ആദ്യം ഒന്ന് തേച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റില്ല. നമ്മളിതിങ്ങനെ റോൾ ചെയ്തിട്ടല്ല ഇത് ചെയ്യുന്നത്. ഇത് മെല്ലെ ഇതിങ്ങനെ അടുത്തോട്ടാക്കുന്നതാണ് മെല്ലെ കൈ വെച്ചിട്ട്. അല്ലാതെ ഇതിങ്ങനെ റോൾ ചെയ്തിട്ട് അങ്ങനെ ഉരുട്ടിയെടുക്കുന്നതല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ നൂല് പോലെ കിട്ടൂല. മെല്ലെ ഇതുപോലെ ഇങ്ങനെ അടുത്തോട്ട് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ അത് പെട്ടെന്ന് തന്നെ അങ്ങനെ അടുത്തോട്ട് ആക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് ഇനി നമ്മളിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഈ ഒരു രീതിയിലൊന്ന് റൗണ്ട് ചെയ്തെടുത്താൽ മതി. ഇതിലവസാനം വരുന്ന ഭാഗം ഇതിൻ്റെ അടിയിലോട്ട് ആക്കിയിട്ട് നമ്മളിത് ഒരു ട്രെയിൽ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ തുറന്നിട്ട് തന്നെ വെക്കരുത്. എന്നിട്ട് ഓരോന്നും ഇത് കൈവെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സാവധാനം മെല്ലെ പരത്തിയാൽ മതി. അങ്ങനെ തിന്നായിട്ട് അങ്ങനെ ബലം പിടിച്ചിട്ട് പരത്തിയെടുക്കുന്നതൊന്നുമല്ല. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ഇതുപോലെ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി എണ്ണ ഷീറ്റിലും കൈവെള്ളയിലൊക്കെ ആക്കി കൊടുക്കാം. ഇതിലിപ്പോൾ ഈ ഒരു മാവിൽ തന്നെ ഓൾറെഡി എണ്ണ ഉണ്ട്. നമ്മൾ എണ്ണയൊക്കെ നേരത്തെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഓരോന്നും ഇതുപോലെ ഒന്ന് കൈവെള്ളം വെച്ചിട്ട് മെല്ലെ ഒന്ന് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് അങ്ങനെ പരത്തി കൊടുക്കുമ്പോൾ നമുക്ക് നൂല് പോലെ ഒന്നും കിട്ടൂല. സാവധാനം മെല്ലെ ഇതുപോലെ തന്നെ പരത്തി കൊടുക്കണം. എന്നാൽ നല്ല നൂല് പോലെ സ്ലൈസായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചുട്ടെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പോൾ ഇതിലോട്ട് ഓയിൽ വേണമെങ്കിൽ ഒരു ഇച്ചിരി ഓയിൽ തേച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഈ ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നേരം ഒരു 10 സെക്കൻഡൊക്കെ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ സൈഡും കൂടെ ഒന്ന് കുക്കായി വരുമ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്താൽ മതി.
ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് വേഗണം, കുറച്ച് കട്ടിയുള്ള സംഭവമാണല്ലോ. അപ്പോൾ ഇതുപോലെ ചുട്ടെടുത്തിട്ട് നമുക്ക് 2 എണ്ണം അല്ലെങ്കിൽ 3 എണ്ണം വെച്ചിട്ടൊക്കെ നമുക്കിതൊന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ചെയ്ത ഉടനെ ചൂടോടെ വേണം കേട്ടോ നമ്മളിത് അടിച്ചെടുക്കാനായിട്ട്. നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ അടിച്ചെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 2 എണ്ണം 3 എണ്ണം വെച്ചിട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചൂടോടെ നമ്മൾ ചെയ്താലാണ് നമുക്കിതുപോലെ ഇങ്ങനെ നല്ല ഇതുപോലെ ഇങ്ങനെ നൂല് പോലെയും ലെയറായിട്ടും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ ചൂടോടെ. അപ്പോൾ ഇതാണ് സംഭവം നൂൽ പൊറോട്ട. ഈ ഒരു നൂൽ പൊറോട്ടയും ബട്ടർ ചിക്കനും നല്ല കോമ്പിനേഷനാണ്. നല്ല സോഫ്റ്റും ഉണ്ട് ഈ ഒരു നൂൽ പൊറോട്ട. ഈ ഒരു രീതിയിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക, എന്നാലേ നമുക്ക് ഇത്ര ക്ലിയറായിട്ടും സോഫ്റ്റായിട്ടും ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്